നമസ്കാരം. നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ് ഇത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യൂട്യൂബ് 1K സബ്സ്ക്രൈബർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ പറഞ്ഞു വന്നതുപോലെ ഇത് നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് പോഡ്കാസ്റ്റ് ആണ്. ഈ ഒരു യൂട്യൂബ് പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ആര് ആണ് ആദ്യമായിട്ട് നോക്കേണ്ടത് എന്ന് ഞാൻ കുറെ ആലോചിച്ചു, തപ്പിത്തിരിഞ്ഞു, കുറെ നോക്കി. പക്ഷെ നമുക്ക് ആരെയാണ് ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണമല്ലോ. നമ്മുടെ ചാനലിന്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വേണം. അങ്ങനെയാണ് ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ GAയിലെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. അങ്ങനെ ആളുമായിട്ട് സംസാരിച്ചു. ആള് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുടനീളം വളരെയധികം അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് ട്രെയിനറാണ്. നമ്മുടെ അതേ മേഖലയിലുള്ള ആളാണ്, ജമോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഇന്ന് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. IAJF എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഫൗണ്ടറും ഡയറക്ടറും ലീഡ് കോർപ്പറേറ്റ് ട്രെയിനറുമായ ജെറിൻ ജോയിയെ ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ജെറിൻ, വെൽക്കം ടു അവർ ന്യൂ പോഡ്കാസ്റ്റ്. ഇത്രയും വലിയ ഫോർമാലിറ്റിയുടെ ഒക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമില്ല, അന്നേരം ഇരിക്കട്ടെ. നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആകുമ്പോൾ ഒരു ഇത് വരണം. എന്തായാലും വിഷ്ണുവിന്റെ യൂട്യൂബ് ചാനലിൽ ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. മേ ബി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 10 വ്യൂസിൽ ഒരെണ്ണം എന്റേതായിരിക്കും. 1000 ഫോളോവേഴ്സ്. കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഈ ഒരു ഡൊമൈനിൽ അത്രയും ഫോളോവേഴ്സിനെ കിട്ടുക, അതും ഒരു മലയാളം ബേസ്ഡ് അത്രയും ഫോളോവേഴ്സിനെ കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പണ്ട് ഞാനും തുടങ്ങിയതാണ്, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയതാണ്. സോ അമേസിംഗ് വർക്ക്. താങ്ക് യു. കീപ് ഗോയിങ് ഓൺ. താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ വർഷങ്ങളായി കണ്ടിട്ട്, സത്യം പറഞ്ഞാല്. അതെ, എനിക്ക് തോന്നുന്നു നമ്മള് ലാസ്റ്റ് മീറ്റ് ചെയ്തത് നമ്മുടെ GAന്റെ സമയത്താണ്. അതിനുശേഷം നമ്മൾ രണ്ടുപേരും ഒരു ബ്രേക്ക് എടുത്തു അല്ലേ? അതെ. ഞാൻ ഒരു വഴിക്ക് തിരിഞ്ഞു, ജെറിൻ വേറൊരു വഴിക്ക് പോയി അല്ലെ. ലാബും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ മാറി. ഞാനും പിന്നെ വേറൊരു വഴി റീറ്റെയിൽ ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ആയി പോയി. ഇപ്പൊ നമ്മൾ രണ്ടുപേരും തിരിച്ചു ഒരേ പുഴയിലേക്ക് വന്ന് ചേരുന്നിരിക്കുകയാണ്. ത്രിവേണി സംഗമം എന്നൊക്കെ പറയുന്നതാണല്ലോ. എവിടെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണമല്ലോ. എല്ലാത്തിനും സമയമുണ്ട്. ഏകദേശം 10 വർഷത്തിന് മേളിലായി. ഇപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. ഒരുപാട് തിരക്കുള്ള ആളാണെന്ന് എനിക്കറിയാം. ഫുൾ ഓട്ടോ കണ്ണ് കണ്ടാലും തന്നെ. അതെ, ഇന്നും ശരിക്ക് ഇപ്പൊ പോഡ്കാസ്റ്റ് ഒരു ട്രെൻഡ് ആണല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പോഡ്കാസ്റ്റ് നമുക്ക് അത്യാവശ്യം വേണം. ഇന്ന് 3 ഷോട്ടുകൾ കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് വന്നതാണ്. അതാണ് വിഷ്ണു വിളിച്ചപ്പോഴും ഞാൻ നമുക്ക് നൈറ്റ് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിത് വളരെ കോമൺ ആണ്, ഓടി ശീലമായി. കണ്ണ് കണ്ടാലറിയാം, ഉറക്കമൊന്നും ഇല്ലാണ്ട് കുറച്ച് ദിവസമായി എന്നുള്ളത് കണ്ടില്. അത് വർക്കിന്റെ ഓട്ടമാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും വിചാരിക്കണ്ട. പിന്നെ അപ്പോ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുന്നു. ഇപ്പോ എക്സലന്റ് ആയിട്ട് പോകുന്നു. യെസ്. അപ്പോ നമുക്ക് തുടങ്ങാം. എന്താണ് പോഡ്കാസ്റ്റിനെ പറ്റിയിട്ടുള്ള ഞാനൊരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ തരാം. ഇത് കൂടുതലായിട്ടും ജെറിനെ പറ്റിയും ജെറിന്റെ ഒരു യാത്രകളെ പറ്റിയും, അതായത് ജീവിതത്തിലുള്ള യാത്രകളെ പറ്റിയും പുതിയ ബിസിനസിനെ പറ്റിയും നമ്മുടെ ഈ ഡൊമൈനുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ ഈ പോഡ്കാസ്റ്റിൽ നമുക്ക് വരുന്നത്. ഇതില് നമ്മൾ വേറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ സിലബസ് കാര്യങ്ങളൊന്നും സംസാരിക്കും. നമ്മുടെ ഡൊമൈനിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പൊ ജെറിൻ, IAJF എന്ന പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. IAJFന്റെ ഫുൾ ഫോം എനിക്കറിയാം. എന്നാലും ജെറിന്റെ വായിൽ നിന്ന് തന്നെ അത് ഫുൾ ഫോമും അതിന്റെ മീനിങ്ങും എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരണം. നെയിം ഒരു ഇച്ചിരി യുണീക്കാണ്. ഒരുപാട് പേര് പറഞ്ഞു, ഇൻക്ലൂഡിങ് ദ ലോഗോ കുറച്ച് യുണീക്കാണ്. കാരണം നമ്മളിപ്പോ ഇൻഡസ്ട്രി നോക്കിയാൽ അറിയാം, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ലാബ് എടുത്തു കഴിഞ്ഞാൽ 3 ലെറ്റേഴ്സാ. ABC, BCA, ACB, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ജമോളജിക്കൽ വേണം, ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, ഇന്റർനാഷണലോ അങ്ങനെ എന്തെങ്കിലും വേണം. അതാണ് ഒരു ട്രെൻഡ്. ഇത് സത്യം പറഞ്ഞ പബ്ലിക്കിന് തന്നെ ഇപ്പൊ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കുക. ഇതിൽ എങ്ങോട്ട് പോകണം, അറിയില്ല. ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവില് അറിയില്ല. അപ്പൊ ഒരു നെയിം യൂണീക്ക് ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ 3 ലെറ്റർ എന്നുള്ള സാധനം ഒന്ന് വിട്ടുപിടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ IIJF എന്നുള്ളത് ഫൈനലൈസ് ചെയ്യുന്നത്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജ്വല്ലറി ഫോറൻസിക്സ്. ഈ ഫോറൻസിക് എന്താ എല്ലാവരുടെയും ചോദ്യമാണ്. ഇൻക്ലൂഡിങ് ഞാനൊരു സ്റ്റാർട്ടപ്പിന്റെ രജിസ്ട്രേഷൻ കൊടുത്തപ്പോൾ പോലും ഈ ഫോറൻസിക്സ് എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ഫോറൻസിക്സ് നമ്മൾ കേട്ടിട്ടുള്ളത് ഏതാ? പോലീസ് സിനിമയ്ക്കകത്തൊക്കെയാണ് സംഭവം. എക്സാക്ട്ലി ഫോറൻസിക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ഒരു സയന്റിഫിക് അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ മെത്തേഡ് ടു ഐഡന്റിഫൈ ഓർ ഡിറ്റക്ട് എ ക്രൈം അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആണല്ലോ.
നമ്മുടെ ജ്വല്ലറി ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, ഇഷ്ടം പോലെ ഫ്രോഡുകളുണ്ട് അല്ലേ? ഒരുപാട്. അതിപ്പം ഡയമണ്ട്സിലായിക്കോട്ടെ, ജെം സ്റ്റോണിലായിക്കോട്ടെ, ജ്വല്ലറിക്കകത്തായിക്കോട്ടെ, അതിന്റെ പ്യൂരിറ്റിക്കകത്തായിക്കോട്ടെ. സോ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ലബോറട്ടറി, ഒരു ജെമോളജിക്കൽ ലബോറട്ടറി. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ജെമോളജിക്കൽ ലബോറട്ടറിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ആസ്പെക്ട്സ് നല്ലപോലെ അറിയാം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം മേജറായിട്ട് നിൽക്കുന്ന പല ബ്രാൻഡുകളും, GI ആയിക്കോട്ടെ, IGI ആയിക്കോട്ടെ, SGL ആയിക്കോട്ടെ, ഇവരുടെ എല്ലാ ലാബുകളിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നോളജ്, നല്ല ഡീപ്പ് നോളജ്, സയന്റിഫിക് നോളജും അതിൻ്റെ കൂടെ നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ ചേർത്തിട്ട് ഒരു എഡ്യൂക്കേഷണൽ സെൻറ്റർ തുടങ്ങിയപ്പോൾ ആ ഫോറൻസിക്സ് എന്നുള്ള വാക്ക് ഞാൻ അതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കള്ളന്മാരുള്ളിടത്തോളം കാലം പോലീസിന് പണിയുണ്ട്, രോഗികളുള്ളിടത്തോളം കാലം ഡോക്ടർമാർക്ക് പണിയുണ്ട്. അതേപോലെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉടായ്പ നടക്കുന്നിടത്തോളം കാലം നമുക്ക് പണിയുണ്ട്. വ്യക്തമായിട്ടുള്ളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ എയിം. സോ IIJF നെയിം ഇറ്റ് സെൽഫ് ഈസ് എ യുണീക് നെയിം ആൻഡ് ക്ലിക്കായി, പേര് ക്ലിക്കായി. അതെ. അതേപോലെ തന്നെയാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റാർട്ടിങ്ങിൽ വിഷ്ണു. ഞാൻ എന്നോട് കൂടുതൽ ആൾക്കാരും ചോദിച്ചത് എന്താണ് ഈ വീഡിയോ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജെം സ്റ്റോൺസിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇല്ലേ? ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട്, ഗോൾഡ്, സിൽവർ, ജെം സ്റ്റോൺ എടുത്താൽ ജെം സ്റ്റോണിലായിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം അതിനെ പറ്റിയിട്ടാണ് ആൾക്കാർക്ക് അധികം അറിവില്ലാത്ത, അവയർനെസ് കുറവാണ്, നോളജ് കുറവാണ് എന്ന് വെച്ചിട്ട് ആൾക്കാർ പറ്റിക്കുന്നത് ഒരുപാട് കൂടുതലാണ്. അപ്പൊ എന്റെ കൺമുമ്പിൽ ഇത് കുറെ കണ്ടിട്ടാകുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് ആൾക്കാരിലോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംഭവം. അതിൽ തന്നെ ഏറ്റവും വലിയൊരു വിഷയം, കുറച്ചൊക്കെ ഇംഗ്ലീഷ് റിലേറ്റഡ് നമ്മുടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ചില യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തേക്കുന്ന ചില വീഡിയോസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ചിട്ട് ഹിന്ദിയിലും ഒരു 1-2 ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു സൗത്ത്, തമിഴിലായിക്കോട്ടെ അല്ലെങ്കിൽ മലയാളത്തിലായിക്കോട്ടെ ഇത് ചെയ്യുന്ന അധികം കാര്യമില്ല. മലയാളത്തിൽ ശരിക്കും പറഞ്ഞാലില്ല. മലയാളത്തിൽ കൂടുതലും ആസ്ട്രോളജിക്കൽ പർപ്പസോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണ് കൂടുതലും ആൾക്കാർ പറയുന്നത്. അതെ, ഒരു സെല്ലിംഗ് പെർസ്പെക്ടീവിൽ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സയന്റിഫിക് ആസ്പെക്ട്സിൽ ഇതുവരെ അങ്ങനെ ഒരു നോളജ് ബേസ് ആയിട്ടുള്ളതില്ല. അപ്പൊ ഞാൻ ശരിക്കും ആലോചിച്ചത് തന്നെയാണ്, നമുക്ക് അറിയാവുന്ന അറിവ് നമ്മളൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ജെറിന്റെ ഒരു നല്ലൊരു ഉദ്ദേശമാണ്, നല്ലൊരു തോട്ടാണ്. അതെന്തായാലും സക്സസ് ആവട്ടെ. ഞാൻ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഉഷാറാവട്ടെ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്? എന്തായിരുന്നു ഈ ബിഗിനിങ്ങിന്റെ ഒരു സ്പാർക്ക് എന്തായിരുന്നു? സ്പാർക്ക് അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു ജേർണി ഞാൻ പറയാം. ആക്ച്വലി ഐ ആം ബേസിക്കലി ആൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ. നമ്മൾ GIയിൽ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, എനിക്കറിയാത്ത കാര്യമാണ്. അത് നമ്മൾ അത്രയ്ക്ക് അങ്ങനെ പേഴ്സണലി സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, മറ്റേ ആ ട്രെൻഡാണ്. അതായത് ആണുങ്ങളാണെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കണം, പെണ്ണുങ്ങളാണെങ്കിൽ നഴ്സിംഗ് പഠിക്കണം, എന്നാലേ നമുക്കൊക്കെ പെണ്ണ് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ബാങ്ക് ലോണൊക്കെ എടുത്ത്, എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചു. ചെറുതിലൊന്നും പിടിച്ചില്ല, വലുതിൽ തന്നെ പിടിച്ചു. പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ മനസ്സിലായത് ഇന്ത്യയിൽ ഇതിൽ പണിയൊന്നും കിട്ടൂല. പുറത്തേക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് വേണം. ഇന്ത്യയിൽ ആരെങ്കിലും ജോലി തന്നാലേ. അങ്ങനെ ബാങ്കുകാരുടെ വിളിയൊക്കെ തുടങ്ങി 5 വർഷം കഴിഞ്ഞപ്പോഴത്തേന്. അപ്പൊ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി നേരെ മുംബൈക്ക് കയറി. അപ്പൊ ബോംബെ പോകുന്നതും നമ്മുടെ മുറി ഹിന്ദി പഠിച്ചിട്ടാ. നമ്മുടെ സ്കൂളിൽ മറ്റേ ചാപ്പ് വെക്കണം, ഹിന്ദി പരീക്ഷ, മലയാളം എഴുതി മേളി വരയിട്ടിട്ടാണ് ഹിന്ദി പാസ്സായത്. അതും കൊണ്ടാ നേരെ മുംബൈ ചെല്ലുന്നത്. പണ്ടത്തെ ഹിന്ദി എക്സാം ഓർമ്മയുണ്ടോ? നമ്മൾ എന്താ ചെയ്യാ, നമ്മള് മലയാളത്തിന് നേരെ ഹിന്ദിയിലോട്ട് മാറ്റിയിട്ട് മേളി വരെ ഉദർ ജാത്ത ഹേ, അത് ഹേ ആണോ ഹോ ആണോ ഹൈ ആണോ നമുക്കറിയില്ല. എഴുതി മേളി വെള്ളൊരു വരെ എടുത്തു. 97-98 ഉണ്ട്. പക്ഷേ നിങ്ങൾ റിയൽ ലൈഫിൽ നമ്മൾ നോർത്തിലോട്ടൊന്ന് പോയി നോക്കണം, നേരെ മനസ്സിലാവും. നമ്മൾ ഈ ഹിന്ദിയും പറഞ്ഞുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ അവര് കളിയാക്കും അല്ലേ. അതുപോലും അറിയാതെ ചെന്ന് പെട്ടു. ഒരു കോൾ സെന്ററിലാണ് ആദ്യം കയറിയത്. തൽക്കാലം നമ്മുടെ ചെലവുകൾ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പത്രത്തിലൊരു ന്യൂസ് കാണുന്നത് ആദ്യമായിട്ട്, GIയിൽ ഒരു മാസ് ഹയറിങ് നടക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണ് GI എന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എൻ്റെ റൂംമേറ്റ് ഒരാളുണ്ടായിരുന്നു, റെയ്സുദ്ദീൻ. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം. ആളിപ്പം പൊളിറ്റിക്സിലാണ് കേട്ടോ. അത്യാവശ്യം സെൻട്രൽ ഗവൺമെന്റിലൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. ഇപ്പോഴും പോയേക്കാം, മറ്റേ റിപ്പബ്ലിക് ഡേയുടെ ഇതിന് വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. അപ്പോ ആളാണ് ആദ്യം പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. ആളെ സെലക്ട് ആയില്ല. പക്ഷെ പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഭയങ്കര സെറ്റപ്പാണ്, അമേരിക്കൻ കമ്പനിയാണ്, മറ്റേ ട്രേഡ് സെന്ററിനകത്താണ് ഈ ഒരു സംഭവം. ഇവൻ അങ്ങ് ഭയങ്കര ഹൈപ്പ് ചെയ്തു. അപ്പൊ എനിക്കൊരു താല്പര്യം തോന്നി, ഓക്കെ എന്തായാലും ഒന്ന് പോയി നോക്കാമല്ലോ.
അങ്ങനെ പോയി ഏകദേശം 400-500 ആൾക്കാർ അവിടെ ഉണ്ട്. ഞാൻ മാത്രമാണ് മറ്റേ പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ട പോലെ ഷർട്ടൊക്കെ ഇൻ ചെയ്ത് തലയിൽ എണ്ണയൊക്കെ തേച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അവിടെ ചെന്നപ്പോ അവര് 5-6 റൗണ്ട് എങ്ങനെയൊക്കെയോ ദൈവഭാഗ്യത്തിന് നമ്മൾ പാസ്സായി വന്നു. അത്രയും ലാംഗ്വേജ് പോലും ഇല്ലാന്ന് ആലോചിക്കണം. 6ാമത്തെ റൗണ്ട് ഒരു ടെക്നിക്കൽ റൗണ്ട് വന്നപ്പം ആളൊരു ഡയമണ്ട് എടുത്ത് കൈ തന്നിട്ട് ഒരു 2 ക്യാരറ്റ് സൈസ് ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അന്നൊരു ഡയമണ്ട് കാണുന്നതും തൊടുന്നതും. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിനെപ്പറ്റി എന്താ താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, സാറേ ഇത് ഒറിജിനൽ ആണോ? അത് ആൾക്ക് ഭയങ്കര ഇൻസൾട്ടായി. അപ്പം എൻ്റെ ആ ഇന്നസെൻസ് കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല. പുള്ളി പറഞ്ഞു ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ സാലറി പാക്കേജ് ഒക്കെ സംസാരിച്ചു വന്നു, യു ആർ സെലക്ടഡ് എന്ന് പറഞ്ഞു. അന്നൊരു കാര്യം ആലോചിക്കണം, അത് ഭയങ്കര ദൈവഭാഗ്യമാണ്. കാരണം ഇതിനെപ്പറ്റി കോഴ്സൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാരോടുണ്ടായിരുന്നു, അവരെ സെലക്ട് ചെയ്തിട്ടില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് വേണ്ടിയിരുന്നത് കംപ്ലീറ്റ് ഫ്രഷേഴ്സിനായിരുന്നു. കാരണം ഇത് ഇയർ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, 2007 or 2009 ആ റേഞ്ച് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ആള് പറഞ്ഞ് ഫ്രഷേഴ്സിനെ മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം ഇവര് നമുക്ക് ട്രെയിനിങ് തരും. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ 6 മാസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏതാണ്ട് 12-14 ലക്ഷം രൂപ വില വരുന്നത്. അത് ഫ്രീ ആയിട്ട് അവർ പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാലോ, 6 മാസം ഒന്നുമില്ല ശമ്പളം കിട്ടും, പുതിയൊരു പണി പഠിക്കാം. നമ്മുടെ കേരളത്തിലൊന്നും ആർക്കും അറിയാത്തൊരു സംഭവമായിരുന്നു ഈ ജമോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നാട്ടിൽ ഇപ്പോഴാണെങ്കിലും അതിലും കോമഡി എന്താ വെച്ചാൽ ഇപ്പോഴും ചെന്നിട്ട് നമ്മളൊരു ജമോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും വിചാരം നമ്മൾ അസ്ട്രോളജിസ്റ്റ് ആണ്. അതും പിന്നെ ജിയോളജിസ്റ്റ് ഈ രണ്ടിന്റെയും ഇടയിലുള്ള ജമോളജിസ്റ്റ് എന്നുള്ള പരിപാടി ആൾക്കാർക്ക് അറിയില്ല എപ്പോഴും. അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ഒരു എന്താ പറയാ, ഒരു പ്രീമിയം ജോബാണ്, നല്ല ഡിമാൻഡുള്ളൊരു സംഭവമാണ്. അത്യാവശ്യം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഞാനൊരു GIA എംപ്ലോയി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വാല്യൂ ഉള്ളൊരു സംഭവമാണ്. സോ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു, ലാംഗ്വേജിൻ്റെ ഒക്കെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്തു, അത് പാസ് ഔട്ടായി. ഏകദേശം 3.5 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു ഒരു ഡയമണ്ട് ഗ്രേഡർ ആയിട്ട്. അതിന്റെ കൂടെ തന്നെ പാരലലി നമ്മൾ ജമോളജി കോഴ്സും പഠിച്ചു. ആ സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതെ, ആ സമയത്ത് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. താങ്കൾ അവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു, വിഷ്ണു സ്റ്റുഡന്റ് ആയിട്ട് വന്നു, ഞാൻ ഓൾറെഡി അവിടുത്തെ എംപ്ലോയി പ്ലസ് ഈ കോഴ്സ് അവിടെ എംപ്ലോയീസിന് നമുക്ക് പാരലി സ്കോളർഷിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ മലയാളീസിനും തോന്നുന്ന പോലെ തന്നെ ഒരു ആഗ്രഹം, എന്താ ഗൾഫിൽ പോകണം. അങ്ങനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി സൗദി അറേബ്യ ആയിരുന്നു. അത് SGL എന്ന് പറയുന്ന ഒരു ലബോറട്ടറി, ചിരാഗ് സാർ. ഈവൻ ചിരാഗ് സാർ വൺ ഓഫ് മൈ മെന്റർ ആണ്, ഇപ്പോഴും നല്ല ക്ലോസ് റിലേഷനിലാണ്. നമ്മളെല്ലാവരുമായിട്ട് നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അസറ്റ് അത്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ സൗദി അറേബ്യക്ക് പോകുന്നു. അവിടെ SGLന്റെ ലാബ് ഏകദേശം ഒരു 6 വർഷത്തോളം അവിടെ വർക്ക് ചെയ്യുന്നു. കോവിഡിന്റെ സമയമായപ്പം SGL ക്ലോസ് ആയി. അപ്പൊ അവിടെ ഒരു അറബിക് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് MTGL എന്നുള്ള പേര്, മെറ്റൽ ടെസ്റ്റിംഗ് ജമോളജിക്കൽ ലബോറട്ടറി. ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ആ ഒരു പേരൊരു ഇച്ചിരി ഇതായിട്ട് തോന്നും, പക്ഷെ അറബിക്കിൽ അതിനവിടെ വലിയ വാല്യൂ ഉള്ള ഒരു പേരായിരുന്നു. മാത്രമല്ല സൗദി അറേബ്യയിൽ വൺ ആൻഡ് ഓൺലി ലബോറട്ടറി. അവരാണ് അവിടുത്തെ എയർപോർട്ട് കസ്റ്റംസ്, സീപോർട്ട് കസ്റ്റംസ്, ഡ്രൈ പോർട്ട് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന അവരാ. ശരിക്കും പറഞ്ഞ എന്റെ കരിയറിന്റെ ഒരു ടേണിംഗ് പോയിന്റ് അവിടെയാണ്. അതെ, കാരണം നമ്മൾ ഇന്നവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിൽ സ്പെക്ട്രോസ്കോപ്പിക് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എല്ലാം അവിടെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നോ, അറബികളല്ലേ, കാശുണ്ട്, എന്ത് വേണമെന്ന് പറയുന്നോ സ്പോട്ടിൽ സാധനം റെഡി, എത്ര കോടിയുടെ ആണെങ്കിലും. സോ അത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഫ്രീഡവും കൂടെ തന്നവർ. അങ്ങനെ അവിടെ ഞാൻ ടെക്നിക്കൽ മാനേജറായി. ISO ഓഡിറ്റുകൾ സിമ്പിളായിട്ട് പാസ്സാക്കി എടുത്തു. കസ്റ്റംസിൽ വർക്ക് ചെയ്തു, വാല്യുവേഷൻസ് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. സോ സൗദി കസ്റ്റംസിൽ അങ്ങനെ നല്ല ഒരു എക്സ്പോഷർ എനിക്ക് സൗദിയിൽ നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് ആ ഒരു കോവിഡൊക്കെ കഴിയുമ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് മാരേജ് ഒക്കെ കഴിഞ്ഞു. സോ തിരിച്ച് നാട്ടിൽ വന്ന് ഫാമിലിയോടെ സെറ്റിൽ ചെയ്യാം എന്ന് വിചാരിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ IGIയിലെ സൗത്ത് ട്രെയിനിങ്ങിന്റെ ഹെഡായിട്ട് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ, അങ്ങനെയാണ് ഞാൻ വന്ന് ബാംഗ്ലൂർ ലൊക്കേറ്റ് ചെയ്യുന്നത്, സെറ്റിൽ ആവുന്നത്. പിന്നെ ഏകദേശം ഒരു വർഷം, എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ഞാൻ IGIയിൽ വർക്ക് ചെയ്തു ഒരു ട്രെയിനറായിട്ട്. അപ്പൊ അവിടത്തെയും ഒരു എക്സ്പോഷർ കിട്ടി. പിന്നെ അതിനുശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ വർക്ക് ചെയ്തു. അവിടെ മെയിനായിട്ട് നമ്മൾ കോർപ്പറേറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത്. ദെൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ, കാരണം ഇതിന്റെ ഒരു ഡിമാൻഡ് ഉണ്ട് പ്രത്യേകിച്ച്. മാത്രമല്ല നമ്മളുടെ ഇപ്പോൾ ഒരു ടോപ്പ് ജ്വല്ലറി ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അറിയാം, കുറെ മലയാളി ബ്രാൻഡ്സ് ആണ് അല്ലേ, മെയിൻ ബ്രാൻഡുകളല്ല. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വേണ്ടിയത്. അവർക്ക് റീജിയണൽ ലാംഗ്വേജിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനർ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ.
അതും ഫുൾ നോളജ് ഉള്ളവര് ഉണ്ട്. ഡയമണ്ട്സ് മാത്രം ചെയ്യുന്നവരുണ്ട്, ജ്വല്ലറി മാത്രം ചെയ്യുന്നവരുണ്ട്, പിന്നെ മോട്ടിവേഷൻ, സെയിൽസ്, സോഫ്റ്റ് സ്കില്ലൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ജെമോളജി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കോംബോ ആയിട്ട് കൊടുക്കുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് പല ജ്വല്ലറി ബ്രാൻഡുകളും അവരുടെ കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുത്തിട്ട് പോലും പലർക്കും അവിടെ ഒരു എന്താ പറയാ ഒരു പ്രോപ്പർ പ്രൊഡക്റ്റീവ് ആവാത്തത് അതുകൊണ്ടാണ്. അപ്പൊ ഞാനിത് കുറെ ബ്രാൻഡുകളിൽ ട്രൈ ചെയ്ത് നോക്കി. 100% പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു. 100% പോസിറ്റീവ് റിസൾട്ട്. പീപ്പിൾ ആർ ഹാപ്പി, മാനേജ്മെന്റ് ഈസ് ഹാപ്പി. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വരുന്നത്, എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ. അങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ബേസിൽ തുടങ്ങിയതാണ്. പിന്നെ ശരിക്കും എനിക്ക് എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവിലേക്ക് വരണം എന്ന് തീരെ ഇല്ലായിരുന്നു. എന്റെ മെയിൻ ട്രേഡിംഗ് ആണ്. ഇപ്പം ജയ്പൂരിൽ നിന്ന് ജെം സ്റ്റോൺ എടുക്കുന്നു, ഹോൾസെയിലിൽ പിന്നെ റുബല്ലോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, അതും ഒരു സ്റ്റാർട്ടപ്പ് ആണ്. പിന്നെ സൂറത്തിൽ നിന്ന് ഡയമണ്ട്സ് കൊടുക്കുന്നു. പിന്നെ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് വരുമ്പോൾ ചിലപ്പം പുറത്തുനിന്ന് എടുക്കാനാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് സഫയർ, പാകിസ്ഥാനിൽ നിന്ന് എമറാൾഡ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാങ്കോക്കിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, പഞ്ചഷീർ എമറാൾഡ് നല്ല ക്വാളിറ്റി ഉള്ള, പിന്നെ റഷ്യൻ എംബ്രായ്ഡ്സ്, അങ്ങനെയൊക്കെ കുറെ ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ട്രേഡിങ്ങുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ എല്ലാവരുടെയും ലൈഫിൽ വീണ്ടും ചില സർപ്രൈസുകളുണ്ട്, ടേണിംഗ് പോയിന്റ് വരുമല്ലോ. അവർ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുന്ന ഒരു ടൈം ഉണ്ടാവും. അങ്ങനെ ഒരു 26 ജൂൺ 2025 കഴിഞ്ഞ വർഷം അന്ന് ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി നമ്മുടെ കരിയറിൽ. നമ്മളെ പേഴ്സണലി വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അത്. എന്താ പറയാ, നമ്മൾ ഡിസേർവ് ചെയ്യാത്ത ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. ഒരു പെർട്ടിക്കുലർ, അത് തൽക്കാലം പേരിൽ കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണലി പറയാം. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. സിംപ്ലി ഞാൻ പറയാം, ഇപ്പൊ അതിനകത്ത് മറച്ചു വെക്കാനൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരാൾ റിസൈൻ ചെയ്ത് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഉൾട്ടയടിച്ച് അതിനെ ടെർമിനേഷൻ ആക്കുന്നു. പിന്നെ അതിന്റെ പിന്നിൽ കുറച്ച് കളികൾ നടക്കുന്നു. മാത്രമല്ല നമ്മുടെ നെയിം റെപ്യൂട്ടേഷൻ തന്നെ തകർക്കാൻ നോക്കുന്നു. അതും ഓക്കെ, ജീവിതം തന്നെ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താന്നു കൊടുക്കുന്നതിന്റെ അർത്ഥമല്ല. ചിലര് ഒളിച്ചോടും. ഞാൻ എന്തായാലും അത് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. അന്നെടുത്തൊരു തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രേഡിംഗ് സൈഡിലോട്ട് മാറ്റി വെക്കുന്നു. ട്രേഡിംഗ് എപ്പോൾ വേണേലും ചെയ്യാം അല്ലേ, അതിന് പ്രത്യേകിച്ച് സമയകാലവും ഇല്ല. നമ്മളെ ബിലീവ് ചെയ്യുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. സോ അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അന്ന് എടുത്തൊരു ഡിസിഷനാണ് ട്രെയിനിങ്ങിൽ കയറുക. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ സാധാരണ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മൈനസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മൈനസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്നത് കുറെ കേട്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റിക്ക് മൈനസ് വെറൈറ്റി അല്ല, സത്യമാണ്. മൈനസിൽ സ്റ്റാർട്ട് ചെയ്തു. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന കുറെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിയൊരു ദിവസമാണ്. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു ഇതിലേക്ക് ഇറങ്ങുന്നു. കാരണം എനിക്ക് എൻ്റെ ഒരു സ്കില്ലിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നോബഡി ക്യാൻ സ്റ്റോപ്പ് us, റൈറ്റ്? അപ്പോൾ അങ്ങനെ തുടങ്ങി. ദൈവത്തിന്റെ ഭാഗ്യം വീണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ക്ലയൻസ് സൈനപ്പ് ആവുന്നു. ബാക്ക് ടു ബാക്ക് പിന്നെ കാര്യങ്ങൾ കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 7 months ആയി സക്സസ്ഫുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ടീം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാം സുന്ദരമായിട്ട് നടന്നു. അടിപൊളിയായിട്ട് പോകും. അതല്ലേ. ഇനി അടുത്ത പ്ലാനുകൾ എന്തെങ്കിലും? പ്ലാനുകൾ ഒബ്വിയസ്ലി എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ റുബല്ലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ വൈഫിന് ട്രേഡിംഗ് വിത്ത് കൺസൾട്ടൻസി, എൻഡ് ടു എൻഡ് കൺസൾട്ടേഷൻ ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ വൈഫിനൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡും നമ്മൾ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് എന്തിന്റെ ബ്രാൻഡാണ്? അത് ശരിക്കും ഫാഷൻ ജ്വല്ലറി, ആന്റി ടാർണിഷ് ഡെയിലി വെയർ ജ്വല്ലറിയുടെ ആണ്. പിന്നെ റുബല്ലോയ്ക്കകത്ത് വരുന്നത് എൻഡ് ടു എൻഡ് കൺസൾട്ടേഷൻ. അതിനകത്ത് ഡയമണ്ട്സ് ആയിക്കോട്ടെ, ബിസ്പോക്ക് ജ്വല്ലറി മാനുഫാക്ചറിംഗ് ആയിക്കോട്ടെ, പിന്നെ പ്രൊക്യൂർമെന്റ്സ് ആയിക്കോട്ടെ, ISO ഓഡിറ്റുകൾ ആയിക്കോട്ടെ, റിക്രൂട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാം അതിനകത്ത് വരും. എല്ലാം അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും മൊത്തത്തിൽ ജ്വല്ലറി ഫീൽഡിൽ തന്നെ. ആള് പണ്ടേ ടീച്ചർ ആയിരുന്നു. ജെമോളജിസ്റ്റ് ആണ്. അതെ, ആള് സർട്ടിഫൈഡ് ജെമോളജിസ്റ്റ് ആണ്, ടീച്ചറാണ്, ട്രെയിനറാണ്. ആള് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ IIGF എന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മേജർ ക്ലയന്റ് ബേസ് വിൽ ബി സൗത്ത് ഇന്ത്യ. മേജർ. കാരണം നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം നമ്മുടെ അറിവ് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിന്റെ ഒരു പ്രത്യേകത ഡെയിലി എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതൊന്ന്. പിന്നെ 2, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഹൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം അല്ലേ. ഇപ്പൊ ഒരു ജെമോളജി കോഴ്സ് പഠിക്കണമെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം അല്ലേ. ഇത് ശരിക്കും അതൊരു ഹൈപ്പാ.
ഇത് നമുക്ക് വേണമെങ്കിൽ അഫോർഡബിൾ റേറ്റ്സിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതും കൂടെയാണ്. അതായത് പാഷനേറ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാടുണ്ട്. എന്നെയൊക്കെ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും എത്രയോ ആൾക്കാർ മെസ്സേജ് ചെയ്യും. ഞാൻ ഒരു സിമ്പിൾ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ ഡയമണ്ട് ഗ്രേഡിംഗ് കോഴ്സ് എപ്പോഴും ഹൈ ഡിമാൻഡ് ഉള്ള ഒരു സാധനം. ഇത് മിനിമം പുറത്ത് പഠിക്കണമെങ്കിൽ ഒരു 75,000 രൂപ അതിന്റെ പോകും. അതിന് മുകളിലാവാനേ ചാൻസ് എന്തായാലും. അതിന്റെ ജസ്റ്റ് ബേസിക് 4Cs പഠിക്കണമെങ്കിൽ പോലും ഒരു 25,000 to 30,000 രൂപ ഒരു 10 ദിവസത്തേക്ക്. ഞാൻ എന്റെ റീസെന്റ് ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്തേക്കുന്നത് ജസ്റ്റ് 5,000 രൂപ, ജസ്റ്റ് 5,000. അതും 2 ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല, അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫുൾ മണി റീഫണ്ട് ആണ്. എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രീനെ തീരെ അങ്ങ് ഡൗൺഗ്രേഡ് ചെയ്യാൻ പോകുന്നില്ല. ഇത് ജസ്റ്റ് ലോഞ്ച് ഓഫറാ. പക്ഷെ ഡീസന്റ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ സ്ട്രക്ചറിൽ പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. 1, 2 ഓത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക. 3, നമ്മൾ പ്രോമിസ് ചെയ്ത സാധനം അതേപടി ഡെലിവറി ചെയ്യുക. ഞാൻ ഇന്നേ വരെ കണ്ട ക്ലയൻസിനകത്ത് നമ്മൾ പഠിച്ചൊരു പാഠമാണ്, പരസ്യം കാണിച്ചിട്ട് വേറെ രീതിയിൽ ഡൗൺഗ്രേഡ് ചെയ്ത സാധനം കൊടുക്കരുത് ഒരിക്കലും. അത് ചീറ്റിങ്ങാണ്. അതെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം പ്രോമിസ് ചെയ്യുക, പ്രോമിസ് ചെയ്ത സാധനം കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുക. സത്യം. അങ്ങനെ ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനിമീസ് എന്ന് പറയുന്നത്. അത് ജ്വല്ലറി ഇൻഡസ്ട്രീന്റെ എനിമീസ് അല്ല, നമ്മുടെ എനിമീസ്. നമ്മൾ ശരിയായ രീതിയിൽ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ ഈ മുമ്പ് പറ്റിച്ച ആൾക്കാരുടെ ആ ഒരു ഇതുള്ളത് ആൾക്കാർ മാറിപ്പോകുന്ന ഒരു. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ടോക്സിക് കൾച്ചറാണ് പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ പോകെ പോകെ നമ്മുടെ ഒരു റെപ്യൂട്ടേഷൻ കൂടെയാണ് പോകുന്നത്, അല്ലേ? അപ്പൊ നമ്മളത് റിയലൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് ഞാനും ചെയ്തത്. തന്നെ ഇപ്പം പിന്നെ ഫ്രീ ആണ്, ആർക്കും ആരോടും റിപ്പോർട്ട് ചെയ്യണ്ട, ആരുടെയും പെർമിഷൻ വേണ്ട. അവർ ഓൺ ടൈം, അവർ ഓൺ ഫ്രീഡം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാം. ഒരു ദിവസം മൂഡില്ലേ, ചെയ്യണ്ട. അതാണ് ഞാൻ ഈ ഫ്രീലാൻസിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ഹാപ്പിനെസ് തന്നത് അതാണ്. ഞാൻ ഫ്രീലാൻസ് കോർപ്പറേറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും മാസത്തിൽ ഒരു 10 ദിവസം എനിക്ക് വർക്ക് ചെയ്യാൻ മൂഡില്ല, ഇല്ല, ഞാൻ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് മന്ത്ലി നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞു പോകാൻ ഒരു എമൗണ്ട് ഉണ്ട്, നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു എമൗണ്ടും ഒരു അഡീഷണൽ ഒരു ശകലം ഒരു എക്സസ് എമൗണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മാസം കംഫർട്ട് സോണിലാണ്. അത് ഇത് ഫ്രീലാൻസേഴ്സിന് പറ്റും. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടറിന് അല്ലെങ്കിൽ ബിസിനസ്സുകാരന് ഇത് പറ്റില്ല. ഒരു ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അത് മറന്നേക്കുക. വിഷ്ണു ഡെയിലി എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? ഒരു ആവറേജ് 7 ഇല്ലേ? എന്റെ ഉറക്കം 3 to 4 hours ആണല്ലേ? കാണുന്നവരൊക്കെ പറയും നീ അധികാലം ഉണ്ടാവില്ല കേട്ടോ, തട്ടിപ്പോവും. ഇറ്റ്സ് ഓക്കെ. കാര്യം എന്താണെന്നറിയോ, നമുക്ക് ശരിക്കും ആ ടയർഡ്നെസ്സോ ടാർഡിനെസ്സോ ഫീൽ ചെയ്യില്ല. ഇപ്പം ഇന്നത്തെ ഒരു കഥ തന്നെ പറയാം. ഇന്നലെ നൈറ്റ് ജസ്റ്റ് 2 hours ഉറങ്ങി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി ടീമിനെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് ലൊക്കേഷനിൽ പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ തലേ ദിവസത്തെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ എന്നെ കണ്ടാലും ജസ്റ്റ് കണ്ണ് മാത്രം കുറച്ച് ഇതിരിപ്പുള്ളൂ, പക്ഷെ എനർജിക്ക് കുറവൊന്നുമില്ല, അല്ലേ? അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യാണ്. അതാണ് അല്ലേ? ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ നമുക്ക് ആ ഒരു ടാർഡ്നെസ് ഫീൽ ചെയ്യില്ല. ലവ് യുവർ ജോബ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പാഷനേറ്റ് ആയിരിക്കും, ആ ഒരു ഫയർ എപ്പോഴും ഉണ്ടാവും, എനർജി ഉണ്ടാവും. പിന്നെ ഒരു അമേസിങ് ടീം എപ്പോഴും ഉണ്ട്. നമ്മളൊന്ന് ഡൗൺ ആയി പോയാലും നമ്മളെ പൊക്കിക്കൊണ്ട് റീചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഈ ടീം എന്ന് പറയുമ്പോൾ ടീമാണോ എംപ്ലോയീസ് ആണോ? അത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻ്റെ ടീമിൽ ഇപ്പൊ എൻ്റെ കൂടെ ഏകദേശം ഒരു 22ഓളം ആൾക്കാരുണ്ട്. അവരെ ഞാൻ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 8 പേര് അതിനകത്ത് കോർ ടീം മെമ്പേഴ്സ്, എൻ്റെ ഫാമിലിയാണ്. ഈ 8 പേരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലോക്ക് നോക്കാതെ വർക്ക് ചെയ്യുന്നത്, എന്നെ പോലെ തന്നെ. ചിലപ്പം പാതിരാത്രി 1 മണിക്കും 2 മണി വരെയൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലൈന്റ് ഇത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഞാൻ ഒരിക്കലും അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓവർ ടൈം ഇരിക്കണമെന്നോ രാത്രി ഇരിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരും ഞാനും ഷെയർ ചെയ്യുന്നൊരു വിഷൻ ഉണ്ട്, അത് കോമണാണ്. ഉള്ളിലൊരു ഫയർ ഉണ്ട്, അത് കോമൺ. അതെന്താണെന്ന് പിന്നീട് മനസ്സിലാവും, വിഷ്ണുവിന് പോകാൻ മനസ്സിലാവും. അവരെ ഞാൻ ഫാമിലി മെമ്പേഴ്സായിട്ട് കാണുന്നുണ്ട്, അവരെ ഞാൻ ടീം മെമ്പേഴ്സ് എന്ന് വിളിക്കും. വേറെ ഒരു 12 to 14 പേരുണ്ട്, അവർ ഫ്രീലാൻസേഴ്സാണ്. അവര് നമുക്ക് എപ്പോൾ വർക്ക് വരുന്നോ ആ വർക്ക് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, കൃത്യമായിട്ട് ഭംഗിയായിട്ട് വന്ന് ചെയ്തിട്ട് പോകുന്നു, സാലറി മേടിക്കുന്നു, പോകുന്നു. അവരുമായിട്ടൊരു മെന്റൽ കണക്ഷനോ അഫെക്ഷനോ ഒരു സെന്റിമെന്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഓക്കെ, സോ 2 പേരും നമുക്കുണ്ട്, 2 പേരും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷെ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സ് തന്നെയാണ്, നമ്മുടെ കോർ മെമ്പേഴ്സ് തന്നെയാണ് എപ്പോഴും നമുക്കൊരു എനർജി തന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഡൗൺ ആവാൻ അവർ സമ്മതിക്കില്ല. അപ്പൊ അതാണ് മെയിൻ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയുടെ അതെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രത്യേകത അതാ. അത്രയും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കിട്ടാൻ ഭയങ്കര പാടാണ് അല്ലേ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ലക്കി. ബാക്കി അവര് നോക്കിക്കോളും. ഈ ഒരു ഇൻഡസ്ട്രി എന്നല്ല, എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക്കലി വളരെ സർട്ടിഫൈഡ് ആയിട്ടുള്ള അത്രയും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന അതേ ഒരു ഫയർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്പേസ് ആണ്, ഒരു നീഷാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ നീഷില് ഒരു നല്ലൊരു എക്സ്പെർട്ടിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് കടലിൽ നിന്ന് ഒരു സൂചി തപ്പുന്ന പോലെയാണ് പരിപാടി. എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തന്നെ അറിയാം, എല്ലാ 2 ദിവസം കൂടുമ്പോഴേ ഹയറിംഗ് അലർട്ട് ഇടുന്നുണ്ട്. പക്ഷെ വരുന്നതൊന്നും നമുക്കങ്ങോട്ട് പറ്റുന്നില്ല. ക്വാളിറ്റി വന്നതിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പം വിഷ്ണുവിന്റെ പോഡ്കാസ്റ്റിൽ കൂടെ അത് കുറച്ച് പേര് അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ. കാരണം ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര്, പ്രത്യേകിച്ച് ട്രെയിനിങ്ങിലേക്ക്, കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രോപ്പർ എക്സ്പീരിയൻസ് ഉണ്ടാവണം, പ്രോപ്പർ ട്രെയിനിങ് സ്കിൽ ഉണ്ടാവണം, സർട്ടിഫൈഡ് ആയിരിക്കണം. ഇതൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടും ഫ്രണ്ട്ലി കോൺവെർസേഷൻ നടക്കുന്നത് കൊണ്ടും നമ്മുടെ ഈ വീഡിയോന്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 പാർട്ടുകളായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പാർട്ട് 1ന്റെ അവസാനമാണ്. പാർട്ട് 2ന് വേണ്ടി തീർച്ചയായും വെയിറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്